യേശുനാമം അതിശയനാമം ഏകയിരിക്കുന്ന നാമം. അമ്മേ യേശു കരങ്ങളെ തട്ടി ആവർത്തിച്ച് പറയാനും ഏകയിരിക്കുന്ന നാമം. അമ്മേ യേശുനാമം അതിശയനാമം ഏകയിരിക്കുന്ന നാമം. അമ്മേ യേശുനാമം അതിശയനാമം ഏകയിരിക്കുന്ന നാമം. എന്നമില്ല പ്രാണം എങ്ങനെങ്ങും നീക്കാം എന്നെ കഴിഞ്ഞ നാമം. എന്നമില്ല പ്രാണം എങ്ങനെങ്ങും നീക്കാം എന്നെ കഴിഞ്ഞ നാമം. അങ്ങേടുത്തു രാജ ടീച്ചർ മുന്നോട്ട് കടന്നു. യെസ്, ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ നാളുകൾക്ക് ശേഷം വീണ്ടും
ഈ ഒരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവമടിയെ ഒരുക്കിയ വൻ കൃപയോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 2013 ഞാൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഓർത്തു, ഇത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ ഞാൻ ആ ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി 2013 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സ്റ്റാർട്ട് ചെയ്ത് ആ ദിവസം തന്നെ ഞാൻ കടന്നു വന്നായിരുന്നു. ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോയ് സാർ ഫാമിലി, ജോൺ ചേട്ടൻ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. നല്ലൊരു തിരക്കായിരുന്നു. നമ്മുടെ വെളിയിലാണ്, വരാന്തയിലാണ് അതൊക്കെ ചെയ്തത്. അതിനുശേഷം കുറേ നാൾ നമ്മൾ അവിടെ ആരാധിച്ചു. അതിനുശേഷം നമ്മൾ ഇവിടെ ആരാധന സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ അതൊരു ബ്രേക്ക് വന്നു. എന്നാൽ വീണ്ടും കർത്താവ് അത് റീസ്റ്റാർട്ട് ചെയ്യാൻ തക്കോണം ദൈവം പ്രിയ കുടുംബത്തെ ഇടയാക്കിയല്ലോ. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന കർത്താവ് ശ്രേഷ്ഠദാസൻ, ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം വലിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലൊരു വിടുതലിന്റെ സാക്ഷ്യം ഇന്ന് ഈ സന്ധ്യായാമത്തിൽ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തിനെ ഉളവാക്കുമെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ ഏറ്റെടുക്കുന്ന വ്യക്തിയുടെ മേല് ആ വിടുതൽ വ്യാപരിക്കും. വചനം അങ്ങനെ തന്നെ, അതിന് മാറ്റം ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം എന്തു പറയുന്നു അത് നാം അതുപോലെ ഏറ്റെടുക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നടക്കുവാൻ, അത്ഭുതം നടക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ഒരുപാട് വചനങ്ങൾ കേൾക്കുന്നു, ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നു. നമ്മളിങ്ങനെ ചിന്തിക്കും, അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. ബിക്കോസ് നമ്മളത് ഏറ്റെടുക്കുന്നില്ല. നമ്മളത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുമ്പോഴാണ് ആ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയായി തീരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം സംസാരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അല്പസാക്ഷ്യത്തിലൂടെ വചനത്തിൽ കടക്കുവാൻ ആഗ്രഹിക്കുന്ന ആസ്പദമായിട്ടൊരു വാക്യം വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 19-ാം അധ്യായത്തിന്റെ 30-31 വാക്യങ്ങളൊന്ന് വായിച്ചോട്ടെ. ലൂക്കോസ് 19:30-31. ചെല്ലുവിൻ, അതിൽ കടക്കുമ്പോൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവിൻ. അതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിനെ ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുമെന്ന് പറഞ്ഞു. യെസ്, കണ്ണുകളിടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, സന്ധ്യായാമത്തിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വായിക്കപ്പെട്ട തിരുവചന ഭാഗത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്, അടിയനെ സമർപ്പിക്കുന്നു നാഥ. ഇന്ന് ഈ സന്ധ്യായാമം കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എന്നാൽ ഈ ശബ്ദം ശ്രവിക്കുന്ന ചിലർ കർത്താവെ അപ്പാ ഉണ്ടല്ലോ അപ്പാ, അവരോടും ദൈവാത്മാവ് ഒരുപോലെ ഇടപെടുമാറാകണമേ കർത്താവെ. അങ്ങയുടെ വചനം കടന്നുപോയി, അത് വെറുതെ മടങ്ങത്തില്ല, അത് അതിന്റെ പ്രവൃത്തിയെ തികച്ചു മടക്കുന്ന ദൈവമാകയാൽ ഇന്ന് ഈ സന്ധ്യായാമം ഈ വചനത്തിന്മേൽ ദൈവത്തിന്റെ ശബ്ദം ഉയരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം കർത്താവെ. ഓ റീബാന വശഖാന ഗരഗന ഗക്ഷാനവ, ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കർത്താവെ ഇവിടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുകയാണ്. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അങ്ങുണ്ട് എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നതാകയാൽ ഇന്ന് ഈ സന്ധ്യായാമം ഞങ്ങൾക്ക് മധ്യ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം സംസാരിക്കുന്നതിനായി സ്വർഗീയ ശബ്ദം ഞങ്ങൾ കേട്ട് വിടുതൽ പ്രാപിച്ചു മടങ്ങുന്നതിനായി ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 21 വർഷമേ ആകുന്നുള്ളൂ. 2003 ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. അതിനു മുമ്പ് ഒരു CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നൊരു വ്യക്തിയാണ്. വർഷങ്ങൾ ചേച്ചി പോയിരുന്ന വലിയതുറ സഭയെ തന്നെ ഞങ്ങൾ ഒരുമിച്ച്, എൻ്റെ കുട്ടിക്കാലമൊക്കെ എനിക്ക് ചേച്ചിയെ നല്ല അറിയാം, അത്രയും ഞങ്ങൾക്ക് നല്ലവണ്ണം അറിയാവുന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് അവിടെയൊക്കെ ആയിരുന്നു. എന്നാൽ ആ സമയങ്ങളിലൊക്കെയും ഈ വചനം വിശ്വസിച്ചിരുന്നു.
എന്നാൽ വചനത്തിന്റെ ആഴത്തിലേക്കുള്ള ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. വചനം അതുപോലെ ഞാൻ ഏറ്റെടുത്തിട്ടില്ലായിരുന്നു. എനിക്കറിയത്തില്ല അത്. എന്നാൽ ഞാൻ ഒരു കാര്യം ഇങ്ങനെ വിശ്വസിക്കുന്നു, നമുക്ക് പ്രവചന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ കണ്ടിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം എന്തുകൊണ്ട് ഇന്ന് ജീവനോടെ ഭൂമുഖത്തായിരിക്കുന്നു? എന്തുകൊണ്ട് നാം ദൈവത്തെ അറിയുവാൻ ആയിരിക്കുക മാത്രമല്ല ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ ഇടയാക്കി എന്ന് ചോദിച്ചാൽ, അത് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നമ്മെ കണ്ടിരുന്നവനായ കർത്താവ്. ഒരുപക്ഷെ നമ്മെ പ്രസവിച്ച് വെളി വന്നപ്പോഴാണ് നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ നമ്മെ കണ്ടത് കേട്ടോ. പക്ഷെ അതിനു മുമ്പേ കർത്താവ് നമ്മളെ കണ്ടിരുന്നുവെന്ന് ദൈവവചനം പറയുന്നു. ഇത് വിശ്വസിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഞാനിത് വിശ്വസിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമ്മെ അന്നേ കണ്ടിരുന്നു. അതിനുശേഷമായി വാസ്തവമായിട്ട് മറ്റൊരു കാര്യം കൂടി പറയാമല്ലോ. കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു, ഫലമില്ലാത്ത വൃക്ഷത്തിന് എന്ത് വെച്ചിരിക്കുന്നു? കോടാലി വെച്ചിരിക്കുന്നു. അപ്പോ ഫലമുള്ള വൃക്ഷം ഉണ്ട്, ഫലമില്ലാത്തതും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫലം ഉള്ളത് നിൽക്കുകയാണ് ഇപ്പോഴും. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട്. നാം വിചാരിക്കുമോ, കർത്താവ് എന്നെ കൊണ്ട് എന്ത് പദ്ധതിയാണ് ദൈവത്തിനുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഒന്നിനും കൊള്ളില്ല. ചിലരിങ്ങനെ പറയും, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, ഞാൻ കാണാൻ കൊള്ളില്ല, ഞാൻ കറുത്തിട്ട, ഞാൻ വെളുത്തിട്ട, എനിക്ക് ഭയങ്കര പൊക്കമാണ്, എനിക്ക് ഭയങ്കര വണ്ണമാണ്, എനിക്ക് പൊക്കം വളരെ കുറവാണ്, എനിക്ക് ഒട്ടും നീളമില്ല. ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ സ്വതവേ ചിന്തിക്കുന്നവരാ മനുഷ്യര്. ഒന്നിനും തൃപ്തിയില്ലാത്തവരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് എന്ത് ചെയ്തിരിക്കുകയെന്നറിയാമോ? നമ്മെ ജീവനോടെ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിരിക്കുക. എന്തിന്? ദൈവത്തിന്റെ പദ്ധതിക്കായിട്ട്. നമുക്ക് ഈ ഭൂമിയിൽ നോക്കിയാൽ, നാം പെട്ടെന്നൊന്ന് കണ്ണോടിച്ചാൽ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, യൂസ്ലെസ് ആയിട്ട് ഒന്നും ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടില്ല. എല്ലാം യൂസ്ഫുൾ ആണ്. എല്ലാം അങ്ങനെ അല്ലാത്തതിനെ എല്ലാം നീക്കി കളയാറുമുണ്ട്. യൂസ് അല്ലാത്തതിനെ. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് നാം ഈ ഭൂമുഖത്തിലായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രകാരം ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടായിരുന്നത് കൊണ്ട് 2003 എന്നെ വിളിച്ചു വേർതിരിപ്പാൻ ഇടയായി തീർന്നു. 2000 എന്റെ വിവാഹം. ഞാൻ വിവാഹം കഴിഞ്ഞ് നെയ്യാറ്റിൻകരയുടെ ഭാഗത്തേക്കാണ് ദൈവം എന്നെ ആക്കി വെച്ചത്. അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 2001 കർത്തദാസൻ ആ ദേശത്തേക്ക് കടന്നു വരികയും കർത്താവിന്റെ വേലയുമാകുന്ന ബന്ധത്തിലൂടെ കടന്നു വരുന്നതിനകത്ത് ഞങ്ങൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥിപ്പാനൊക്കെയും, വളരെ ആ കാലത്ത് നമ്മൾ ദൈവഭാഗത്തൊന്നും വന്നിട്ടില്ല എങ്കിലും അവർ വിസിറ്റിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഭവനത്തിൽ എല്ലാ ആഴ്ചകളിലും വരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രൈസിസ് വന്നു. ഭയങ്കര സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ കർത്തദാസൻ വരുന്നതാണല്ലോ, നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ മാസത്തിലൊരിക്കൽ ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നു. ഈ ദൈവദാസൻ തന്നെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും ഞങ്ങൾ CC ചർച്ചിലാണ് പോകുന്നത്. പക്ഷെ കർത്തദാസൻ എല്ലാ മാസവും കടന്നു വരും, ഞങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാൻ ഇടയായിത്തീരും. അങ്ങനെ വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി, അതൊക്കെ പറഞ്ഞാൽ കുറേ ഞാൻ ഷോർട്ട് ഫോം ആയിട്ട് പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട വിദേശത്തേക്ക് കടന്നുപോയി. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം എനിക്കന്ന് ജോലിയില്ല. വിവാഹത്തിന് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം ജോലിയൊന്നുമില്ല. ചേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്നു, അമ്മ മരിച്ചുപോയി. എന്നാൽ കുറച്ച് നാള് അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാൻ ഒരു ബ്യൂട്ടീഷ്യനായിരുന്നു. 19ാമത്തെ വയസ്സിൽ ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ച് ഞാനൊരു ബ്യൂട്ടീഷ്യനായിരുന്നു. അനേകം മണവാട്ടിമാരെ, ഭൂമിയിലെ മണവാട്ടിമാരെ ഒരുക്കാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. ഇന്ന് കർത്താവിന്റെ മണവാട്ടി ഒരുക്കുവാനായിട്ടാണ് കർത്താവിനാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ പോയതിനു ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ഈ വരുന്ന ദൈവദാസം പ്രാർത്ഥിച്ചിട്ടാണല്ലോ എനിക്ക് വിദേശയാത്ര കിട്ടിയത്. നീ ഒരു കാര്യം ചെയ്യണം, നീ എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് ശേഷം ആ ദൈവദാസന്റെ ആലയത്തിൽ ഒന്ന് പോയി ആരാധിച്ചിട്ട് വരണം. ഞാനോ ശരി പോകാം, വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും പോയതാണ്. ആദ്യത്തെ ആഴ്ച പോയി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ആരാധന, അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് വചനം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ മെത്തേഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നു, അത് ഉൾക്കൊള്ളാൻ എനിക്ക് നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നു.
ഞാൻ അതിന് ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുന്നു. അടുത്ത ആഴ്ച ചെന്നപ്പോ ഇങ്ങനെ പാസ്റ്റർ പറഞ്ഞത് 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്, താല്പര്യമുള്ളവർ സമയമുള്ളവരൊക്കെ കടന്നു വരും. അപ്പൊ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. എൻ്റെ മോനപ്പൊ 2 വയസ്സേ ഉള്ളൂ. ഒറ്റ കാര്യമുണ്ട്, വീട്ടിൽ ഞാൻ വെറുതെ ഇരിക്കുവാണ്. ഞാനിതെല്ലാ വിശേഷങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവനോട് പറയും. അപ്പൊ ഇങ്ങനെ പോയതും വന്നതൊക്കെ പറയാം. അപ്പൊ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, നീ വെറുതെ വീട്ടിൽ ഇരിക്കുകയല്ലേ, നീ കുഞ്ഞിനെയും കൊണ്ട് പോയി അവിടെ ആരാധന കൂട് എന്ന് പറഞ്ഞു. അപ്പൊ അത് എന്താണ് ഇങ്ങനെയൊന്നും അറിയില്ല. ഫുഡൊക്കെ എല്ലാം പ്രിപ്പയർ ചെയ്ത് കുഞ്ഞിനുമായിട്ട് ഞാൻ ആലയത്തിൽ വരും. അങ്ങനെ ആദ്യത്തെ ദിവസം ആരാധിക്കുന്ന സമയത്ത് തന്നെ വചനം എന്നോട് ഇങ്ങനെ കാരണം ഓരോ വചനം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഇവരൊന്നും ആരാധിക്കുന്ന പോലെ എനിക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്റെ കയ്യിൽ വള കിടക്കുന്നു, മോതിരമുണ്ട്, മാലയുണ്ട്, കമ്മലുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. ആദ്യത്തെ ദിവസം, 2ാമത്തെ ദിവസം, 3ാമത്തെ ദിവസം കഴിയും. ഓരോ ദിവസവും ഞാൻ ദൈവത്തോട് അടുത്തുകൊണ്ടിരുന്നു. എന്നാൽ 4ാമത്തെ ദിവസം ഒരു ദൈവദാസൻ തമിഴ്നാടിന്റെ ഭാഗത്തു നിന്ന് കടന്നു വന്നു. അദ്ദേഹത്തിന് എന്നെ അറിയില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. എന്റെ പേര് ആ സമയത്ത് ഈ ദൈവദാസനും അറിയത്തില്ല. ഞാൻ അവിടെ വന്നു. അവിടെ ആരാധനയ്ക്കിരുന്ന് മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവന് ഫുഡ് കൊടുത്തൊരു സൈഡിൽ കിടത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മെസ്സേജ് കഴിഞ്ഞു, വചന ശുശ്രൂഷ കഴിഞ്ഞു. അടുത്ത പാസ്റ്റർ പറഞ്ഞൊരു പദമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച്. അദ്ദേഹം പറയാണ്, എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക. ആകെ 6 പേരേ ഉള്ളൂ കേട്ടോ അപ്പൊ ചർച്ചിൽ. കാരണം എല്ലാവരും റബ്ബർ വെട്ടാനൊക്കെ പോകുന്നവർ, കൂലി തൊഴിലാളികളാണ്. അവർ പകലൊന്നും വരാൻ പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും കണ്ണുകൾ അടച്ചേ, നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങളെ തന്നെ സമർപ്പിക്കുക, യേശു ഇന്ന് നിങ്ങളോട് സംസാരിക്കും. ഈ വാക്ക്. അപ്പൊ ഞാൻ പെട്ടെന്ന് കണ്ണൊന്ന് തുറന്നിട്ട്, യേശു സംസാരിക്കൂ? യേശു സംസാരിക്കുന്ന ദൈവമാണോ? എനിക്കൊന്ന് അറിയണം. എന്നോട് സംസാരിക്കുന്നത് എനിക്കൊന്ന് കേൾക്കണം. പ്രിയമുള്ളവരെ, നാം പറയുന്ന ഓരോ പദങ്ങളും ഓരോ വാക്കുകളും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ള ദൈവം. അത് നാം ഒരിക്കലും മറന്നുപോലെ തമാശയ്ക്ക് പോലും പറയുന്ന ഓരോ വാക്കുകളെയും ശ്രദ്ധ വെച്ച് കേൾക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സംസാരിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ഈ 10-23 വർഷം ഞാൻ യേശുവിന്റെ സംസാരം കേട്ടിട്ടില്ല. എനിക്ക് കേൾക്കണം. യേശു സംസാരിക്കുന്ന ദൈവമെങ്കിൽ എന്നോട് സംസാരിക്കണമേ എന്ന് ഞാൻ പറയാനിടയായി. അപ്പൊ വീണ്ടും പറയാ, നിങ്ങൾ കണ്ണുകൾ അടച്ച് നിങ്ങൾ സമർപ്പിക്കുക, യേശു നിങ്ങളോട് സംസാരിക്കും. ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാൻ വീണ്ടും ഈ ക്വസ്റ്റ്യൻ ദൈവത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശത്തിന്റെ അകത്തേക്ക് ഞാൻ ആകുവാനിടയായി തീർന്നു. പിന്നെ കേൾക്കുന്ന ഒരു ശബ്ദം ഇതാണ്, രാജി എന്നൊരു വിളി. ഈ ശബ്ദം എവിടെ നിന്ന് കേൾക്കാൻ കണ്ണു തുറക്കാൻ ഞാൻ ശ്രമിച്ചു കേട്ടോ, പക്ഷെ പറ്റുന്നില്ല. കണ്ണു തുറക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഞാൻ കരയാൻ തുടങ്ങി, ഭയങ്കരമായിട്ട് കരയുകയാണ്. കാരണം എനിക്ക് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല. നമ്മുടെ കണ്ണ് സ്വന്തമായിട്ട് തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വിഷമം വരില്ലേ? ഞാൻ കരയാൻ തുടങ്ങി. വീണ്ടും വിളിക്കുകയാണ്, രാജി. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ വിളിക്കുന്നത് പൗലോസിന് മനസ്സിലായതുപോലെ എനിക്ക് മനസ്സിലായി. ഞാൻ ആരോടാണ് ആ ചോദ്യം ചോദിച്ചവൻ എന്നെ വിളിക്കുകയാണ്, രാജി. ഞാൻ പറഞ്ഞു, ഞാൻ എന്തോന്നല്ല ആന്ന് വിളിയൊക്കെയാണ്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഞാൻ പെട്ടെന്ന് കർത്താവിനോട്, ഞാൻ ശരിക്കും ഒരു വ്യക്തിയോട് സംസാരിക്കാൻ പോലെ ഞാൻ പറയുകയാണ്, കർത്താവേ, എനിക്ക് രോഗമൊന്നുമില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ സൗഖ്യമാകുന്നത്? അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? കാരണം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആവുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? നീ എന്റെ കൽപ്പന അനുസരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, കുഞ്ഞുനാൾ തൊട്ട് എനിക്കറിയാം 10 കൽപ്പനയെ പറ്റി. നമ്മൾ പഠിക്കുന്നതാണ്, കൊല ചെയ്യരുത്, വിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്. ഇനി ഏത് കൽപ്പനയാണ് കർത്താവേ ഞാൻ ഇതിൽ അനുസരിക്കാത്തത്? അപ്പൊ നീ നോക്ക് എന്ന് പറയുകയാണ്. ഞാൻ കാണുന്നത് നമ്മൾ TV ഒക്കെ ഓൺ ചെയ്യുമ്പോൾ കാണുന്നത് പോലെ ഒരു സ്ക്രീനിൽ ഇങ്ങനെ ഞാൻ വെള്ളത്തിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു ബൊമ്മ പോലെ. അപ്പൊ എനിക്ക് അതിന്റെ 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അവിടെ ആദ്യമായിട്ട് സ്നാനം കാണുവാനിടയായിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി സ്നാനപ്പെടണം എന്നുള്ളതാണ്. വാസ്തവമായിട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, അതേ അപ്പ, ഞാൻ ആ കൽപ്പന അനുസരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ദൈവമാകുന്ന ഒരു വീണ്ടും പറയുമ്പോഴത്തേനും ഞാൻ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്റെ ആ ഒരു മൈൻഡ് ഭൂമിയിലേക്ക് വന്നു. കുറേ നേരം കരഞ്ഞ് കണ്ണ് തുറക്കാൻ പറ്റി. തുറന്നപ്പോ ഇവിടെ ആരാധന കഴിഞ്ഞു. എല്ലാരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സാക്ഷ്യം ഇത് പറയുമ്പോൾ എനിക്ക് സന്തോഷം അറിയാമോ? ഈ സാക്ഷ്യത്തിന് സാക്ഷ്യം വഹിച്ച രണ്ടുപേരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറെ സന്തോഷമാണ്. അപ്പൊ ഞാൻ കരഞ്ഞ് ഉണർന്നപ്പോ എല്ലാവരും ആരാധന കഴിഞ്ഞ് ഞാൻ എന്തിന് കരയുന്നതാണ്. അപ്പൊ ഞാൻ തന്നെ പാസിനടുത്ത് പറഞ്ഞ ഫസ്റ്റ് എനിക്ക് സ്നാനപ്പെടണം എന്ന് പറയുന്നു. എന്തായാലും ദൈവത്തിന്റെ കൃപയാൽ സ്നാനപ്പെടുവാൻ, ദൈവത്തിലേക്ക് ചേരുവാനൊക്കെ ദൈവം ഇടയാക്കി. പരിശുദ്ധാത്മാവ് എന്നെ ഭംഗിയായി നടത്തുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്റെ ജീവിതത്തിൽ അതിനുശേഷമായി ഓരോന്നായി വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വായിക്കപ്പെട്ട തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു, ആരും ഒരു നാളും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാണ് ആ കഴുതക്കുട്ടി? പ്രൈസ് ദി ലോർഡ്. ആരും ഒരു നാളും കയറിയിട്ടില്ലെങ്കിൽ, അതിന്മേൽ ഒരു ചുവടും വെച്ചിട്ടില്ലെങ്കിൽ, അതിന്റെ അർത്ഥം അത് ഉപയോഗിക്കാതെ നിന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനെ കണ്ടവനായ കർത്താവ് പറയുകയാണ്, ഒരു കഴുതക്കുട്ടി അവിടെ കിടക്കുകയാണ്, കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അതിനെ അഴിച്ചുകൊണ്ടുവാ. എന്റെ ശബ്ദത്തിന് വേണ്ടി അത് കാത്തു കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേരാണ് ഈ വചനത്തിന് മുന്നിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്നത്? അവരുടെ മേലാണ് ആ വിടുതൽ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു പ്രാർത്ഥനകൾ കേട്ടോ, കൊച്ചു പ്രാർത്ഥനകൾ നടക്കുമോ ഇല്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അവിടെ ഒരു ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത്, കാരണം ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്യാൻ പറ്റാതെ, സെക്കൻഡ് ബേബി, ആ സമയത്ത് ഞാൻ അവിടെ ഒരു സിസ്റ്റർ ഇങ്ങനെ നിന്നിട്ട് എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇപ്പൊ ചർച്ചിൽ കാണുന്നില്ലല്ലോ. ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു വന്നപ്പോഴത്തേനും പറഞ്ഞു, എനിക്കൊരു ജോലി കിട്ടി. ഞാൻ പറഞ്ഞു, എന്ത് ജോലി? അംഗനവാടി ടീച്ചറാണ്. അപ്പൊ ഞാൻ ഓൾറെഡി ഒരു +2 കഴിഞ്ഞപ്പോ തൊട്ട് ഞാൻ കുട്ടികളെ ട്യൂഷൻ പഠിക്കും. എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ, അപ്പൊ അവര് സാക്ഷ്യം പറയുന്നത് ഇങ്ങനെയാണ്. അവരുടെ സാക്ഷ്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ BEd എടുത്തിട്ടില്ല, TTC പഠിച്ചിട്ടില്ല, അംഗനവാടി ടീച്ചർ ആകാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. ഞാൻ പിന്നെ എങ്ങനെ കിട്ടിയത്? ദൈവത്തിന്റെ ദൂത് എന്റെ മേലുണ്ടായിരുന്നു, ഞാനൊരു ടീച്ചറാകും. അത് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്കത് തന്നു. ഇത് കേട്ട ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തിനെ ഉളവാകും. ഇത് കേട്ട മാത്രയിൽ ഞാൻ ചിന്തിച്ചു, എനിക്ക് ഒരു ടീച്ചറാവാൻ ആഗ്രഹമുണ്ട്, ഇത് നടക്കുമോ എന്തോ. പക്ഷെ എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു ടീച്ചറാകണം. കുട്ടികളെ ടീച്ചറെ എന്നെ വിളിക്കുന്നതിനൊരു സന്തോഷമുണ്ടല്ലോ, അതൊരു ഡിഗ്നിറ്റി ആണല്ലോ. അങ്ങനെ ഇരുന്ന് ഞാൻ പലപ്പോഴും സ്വപ്നം കാണാറുണ്ട്, കുറേ കുട്ടികൾ ഓടി വരുന്നു ടീച്ചറെ എന്ന് വിളിച്ചു. ഞാൻ പാസ്റ്ററോട് പറയാറുണ്ടത്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, രജി വചനം സംസാരിക്കുന്നു, അതൊരു ടീച്ചിങ് ആണ്, ചിലപ്പോൾ അതായിരിക്കാം. അങ്ങനെ ഇരുന്ന ദൈവം 2013 ആയപ്പോഴത്തേനും ഒരു MGM സെൻട്രൽ പബ്ലിക് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിൽ എന്നെ ഒരു ടീച്ചറായിട്ട് ദൈവം തിരഞ്ഞെടുക്കുവാനിടയായി തീർന്നു. BEd ഇല്ല, ഞാൻ ഡിഗ്രി ഉണ്ട്, MD ചെയ്തിട്ടുണ്ട്, PG തിയോളജിയിലാണ് ചെയ്തത്. വേറെ ഒരു ടീച്ചർ ആകാനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ ഞാൻ അവിടെ 2013 മുതൽ 2024 വരെ ടീച്ചറായി വർക്ക് ചെയ്യാനിടയായി തീർന്നു. എങ്ങനെ സംഭവിച്ചു? ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തിനെ ജനിപ്പിച്ചു. ഇന്ന് കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കണം, യേശു സംസാരിക്കുന്ന ദൈവമാണ്. യെസ്, ഇഫ് യു ആസ്ക്, ഇഫ് യു കോൾ, നിങ്ങൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാം മറുപടി തരും, എല്ലാം മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. അത് പ്രാർത്ഥനയാകട്ടെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാകട്ടെ, നിങ്ങളുടെ ഭാരങ്ങളാകട്ടെ, കർത്താവിനോട് നിങ്ങൾ ചോദിക്കുമെങ്കിൽ ആ ചോദ്യത്തിന് ആൻസർ ഉണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് ലയോള എന്ന് പറയുന്ന ശ്രീകാര്യത്വ സ്കൂളാണ്. ആ സ്കൂള് ട്രിവാൻഡ്രം സിറ്റിയിലെ നമ്പർ 1 സ്കൂളാണ്. എനിക്ക് BEd ഉണ്ടോ? നോ. TTC ഉണ്ടോ? ഇല്ല. ഇത് ദൈവത്താൽ സാധ്യം. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അസാധ്യം നിങ്ങളെ നോക്കിക്കൊണ്ട് പറയണ, കർത്താവേ എനിക്കും നീ അത് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു നോക്ക്. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി പറയും. അത് കെട്ടപ്പെട്ട് കിടക്കുകയാണ്, അതിനെ അഴിച്ചു കൊണ്ടുവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കെട്ടപ്പെട്ട വിഷയങ്ങൾക്ക് മധ്യേ കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചാലുണ്ടല്ലോ, ആ കെട്ടപ്പെട്ട കെട്ടഴിച്ചുകൊണ്ട് കർത്താവ് അരികിലേക്ക് കടന്നു വരും. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കഴുതയെ കൊണ്ടുവന്നപ്പോൾ അതിന്റെ പുറത്ത് അവരുടെ വസ്ത്രങ്ങൾ
കേട്ടോ, യേശു കയറി. സർവശക്തനായ ദൈവം കഴുതയുടെ പുറത്ത് കയറിയപ്പോൾ അതിന് കിട്ടിയ മാന്യത വലുതായിരുന്നു. പ്രിയമുള്ളവരെ, കെട്ടപ്പെട്ടു കിടക്കുകയാണോ വിഷയങ്ങൾക്ക് മധ്യേ, പ്രയാസങ്ങൾക്ക് മധ്യേ, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മധ്യേ യേശു ഒരു വാക്ക് കൽപ്പിച്ചാൽ നിന്നെ കെട്ടഴിച്ചു കൊണ്ടുവരും. യേശു നിന്നിൽ വന്നാലുണ്ടല്ലോ, പിന്നെ അനുഗ്രഹങ്ങളാണ്, വിടുതലാണ്, മാന്യതയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു മാന്യത ദൈവം തരും. ഒന്നുമല്ലാത്തടത്ത് വട്ടപൂജ്യമായ സീറോ ആയിരുന്ന എന്നെ ട്രിവാൻഡ്രം സിറ്റിയിലെ ഇന്ത്യയിലെ 11ാമത്തെ ബെസ്റ്റ് സ്കൂളിൽ ഒരു ടീച്ചറാകുവാൻ ദൈവം എന്നെ, ഈ ഒന്നുമല്ലാത്ത എന്നെ ഒരുക്കിയെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒന്ന് ആഗ്രഹിക്കണം കേട്ടോ, എന്തെങ്കിലും ഒന്ന്. ഈ കുഞ്ഞു മോളെടുത്തൊക്കെ എനിക്കതാ പറയാനുള്ളത്. നല്ല ആഗ്രഹത്തെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. 20-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ പറയും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹമൊക്കെ അവൻ നിനക്ക് നൽകട്ടെ, നൽകും. പക്ഷെ പറയണം. അസാധ്യങ്ങളെ നോക്കി ഞാൻ ചോദിക്കുന്നതെങ്കിലും എനിക്കത് കിട്ടുമോ എന്നല്ല. ദൈവത്തിന്, കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല, ഒന്നുമില്ല. ഇന്ന് പകൽക്കാലം, ഈ രാത്രിയാമം വിശ്വസിക്കുന്നവരുടെ മേല ദൈവപ്രവൃത്തി വെളിപ്പെടും. നമ്മളൊരു സാക്ഷ്യം കേട്ടു. എന്താണ് ആ സാക്ഷ്യം? ഇങ്ങനെയാണ്, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഇന്ന് രോഗിയായിട്ടാണോ നീ ഇരിക്കുന്നത്? ക്ഷീണം നിന്റെ ഉള്ളിലുണ്ടോ? ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനത്താൽ ജീവിക്കുന്നുവെന്ന്. തിരുവചനം നമ്മുടെ ഉള്ളിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ജീവനായി അത് പരിണമിക്കും. ഇന്ന് പകൽക്കാലം, ഈ രാത്രിയാമം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതി നിങ്ങൾ മാറി നിൽക്കരുത്. അസാധ്യമെന്ന് കരുതി നിങ്ങൾ നിരാശപ്പെട്ടു പോകരുത്. ആ നിരാശയെ നോക്കിക്കൊണ്ട് പറയണം, എന്നും ഞാൻ കെട്ടപ്പെട്ട് കിടക്കത്തില്ല കേട്ടോ. ഒരുവൻ എനിക്ക് വേണ്ടി വരുന്നുണ്ട്, എന്റെ കെട്ടഴിക്കുവാനായിട്ട് ഒരുവൻ വരുന്നുണ്ട്. ആ കെട്ടന്റെ കർത്താവ് അഴിക്കും. അഴിക്കുന്നത് കർത്താവെങ്കിൽ മാന്യത തരുന്നത് കർത്താവത്രേ. കെട്ടഴിക്കുന്നത് കർത്താവെങ്കിൽ മാന്യത തരിക തന്നെ ചെയ്യും. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അത് എന്റെ കർത്താവ് കെട്ടഴിക്കുവാൻ, എന്നെ ആ മാന്യത തരുവാൻ എന്റെ കർത്താവ് മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കണം, വിശ്വസിക്കണം. നമുക്ക് ചില സാഹചര്യങ്ങളെ നോക്കി വിശ്വസിക്കാൻ പറ്റത്തില്ല, സാധ്യതകളെ നോക്കി വിശ്വസിക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ, എന്റെ സാധ്യതകളിൽ എനിക്കൊരു ടീച്ചർ ആവാൻ പറ്റത്തേയില്ല, ഇല്ലേ ഇല്ല. അതിനുള്ള ഒരു സാധ്യതയും എന്റെ ജീവിതത്തിന് മുന്നിൽ ഇല്ല. എന്നാൽ കർത്താവിനെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. എപ്പോൾ? കർത്താവിനെ അനുസരിച്ചപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിന്മേൽ കർത്താവ് ഇറങ്ങി വരുമ്പോൾ നിങ്ങളൊരു മാന്യ പാത്രമായി തീരുക തന്നെ ചെയ്യും. അതുകൊണ്ട് അസാധ്യമായതിനെ നോക്കി ആ ആഗ്രഹത്തെ മറച്ചു വെക്കുകയല്ല, ആ ആഗ്രഹത്തെ അടക്കി വെക്കുകയല്ല. ആഗ്രഹം അപ്പനോട് പറയണം. നമ്മളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനൊരു വചനം എപ്പോഴും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. 2 or 3 പേർ യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും യേശു കർത്താവ് ഉണ്ട്. ഇന്ന് ഇവിടെ യേശു കർത്താവ് ഉണ്ട്. ചോദിക്കാനുള്ളത് ചോദിച്ചു കൊള്ളുക. നിങ്ങൾ വാപ്പമെന്ന് പറ, എനിക്ക് ഇന്നത് വേണം കർത്താവേ, എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണം. പറ, വിശ്വാസത്തോടെ പറ. നിന്റെ വാക്കുകളെ കേൾക്കുവാനായി, നിന്റെ കെട്ടഴിച്ച് മാന്യത തരുവാനായി ഒരുവൻ കടന്നു വന്നിട്ടുണ്ട്. ആ ദൈവത്തിലേക്ക് തിരിയാമോ? പൂർണ്ണമായി വിശ്വസിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തിരുവചന ഭാഗങ്ങളാൽ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. സമയത്തെ ഉയർത്തിച്ചെന്ന കർത്തദാസന് ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട കേൾവിക്കാരായിരുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവത്തിനെ സ്തുതിച്ചാട്ടെ. വളരെ വിടുതലിന്റെ സാക്ഷ്യം, അനുഗ്രഹത്തിന്റെ സാക്ഷ്യം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. ഓ, കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് പകൽക്കാലം ഒരു കെട്ടപ്പെട്ടതായ കഴുതയുടെ പുറത്ത് എന്റെ ദൈവം കയറി. ഇപ്പോൾ കെട്ടുകൾ അഴിഞ്ഞപ്പോൾ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിൽ ഈ വചനത്തെ ഒന്ന് സമർപ്പിക്കാം. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. വായിക്കപ്പെട്ട സങ്കീർത്തനം തന്നെ അതിന്റെ 20-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമരുളുമാറാകട്ടെ.
സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് പകൽക്കാലം ഉത്തരം അരുളുന്നൊരു ദൈവം. പ്രിയ സഹോദരയുടെ അനുഭവ സാക്ഷ്യം വളരെ ത്രില്ലായ അനുഭവ സാക്ഷ്യം, വളരെ ജീവന്റെ അനുഭവ സാക്ഷ്യം. ഒരു അനുഭവ സാക്ഷ്യം മറ്റൊരു അനുഭവ സാക്ഷ്യത്തെ ഉളവാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ സന്ധ്യായാമത്തിൽ ആ പ്രിയ സഹോദരി പറയപ്പെട്ട അനുഭവങ്ങൾ, അത് താൻ അനുഭവിച്ച അനുഭവങ്ങൾ ഇവിടെ ആയിരിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരട്ടെ. ഏത് ഭാഗത്താണ് ദുഷ്ടനാകുന്നവൻ, ലോകമാകുന്നവൻ നമ്മെ കെട്ടിയിരിക്കുന്നത്, കെട്ടുകളെ പൊട്ടിക്കുന്ന ഒരു ദൈവം, ബന്ധനങ്ങളെ അഴിച്ചു കളയുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഏറ്റെടുത്താൽ, സമർപ്പിച്ചാൽ ആ വിടുതലുകൾ അയക്കുന്ന ദൈവം. ആ കർത്താവ് നമ്മിലേക്ക് കയറട്ടെ. കെട്ടപ്പെട്ട കഴുതിയാണോ, ആർക്കും വേണ്ടാത്തതാണോ, കർത്താവ് കയറിയാൽ മാനിക്കപ്പെടും, കെട്ടഴിച്ചാൽ മാനിക്കപ്പെടും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. സങ്കീർത്തനം 20:4 എന്താ വായിക്കുന്നത്? നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി തരുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും ആർക്കും കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവനാൻ ഞാൻ പറയുകയാണ്, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ചലനങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിന്റെ ആകെത്തുക അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ഹൃദയത്തിന്റെ വേദനകളെ അറിയുന്ന ദൈവമുണ്ട്. ഓ, നമ്മുടെ ജീവിതത്തിന്റെ ആകെത്തുക അറിയുന്ന ഒരു ഉടയ തമ്പുരാനുണ്ട്. അവൻ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നൽകി തരുന്ന ദൈവമാണ്. ഭർത്താവിന് കഴിയത്തില്ല, ഭാര്യയ്ക്ക് കഴിയത്തില്ല, മക്കൾക്ക് കഴിയത്തില്ല, ലോകത്തിൽ മറ്റെങ്ങാർക്കും കഴിയാതിരിക്കുമ്പോ ഓ, ഇന്ന് പകൽക്കാലം കേട്ട ആ സാക്ഷ്യത്തിന്റെ മുന്നിൽ ഒരു സത്യം നാം മനസ്സിലാക്കി നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുവാൻ ഒരുവനുണ്ട്. മെഡിക്കൽ സയൻസ് തള്ളിക്കളഞ്ഞത്, ലോകം തള്ളിക്കളഞ്ഞത്, ലോകത്തിന്റെ തത്വസംഹിതകൾ തള്ളിക്കളഞ്ഞത്, ഭർത്താവ് തള്ളിക്കളഞ്ഞത്, ഭാര്യ തള്ളിക്കളഞ്ഞത്, മക്കൾ തള്ളിക്കളഞ്ഞത്, ഓ ഞാൻ നിന്നെ ഉപേക്ഷിക്കുന്നു എന്ന് ചിലപ്പോൾ സകലരും ഒരുപോലെ പറയുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ ഞാൻ പറയട്ടെ, നമ്മെ ചേർത്തുകൊള്ളുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമ്മുടെ വിഷയത്തിന് പരിഹാരം തരുന്ന ഒരു ഉടയ തമ്പുരാൻ ഇന്ന് പകൽക്കാലം നമുക്കായി ഉണ്ട്. അതുകൊണ്ട് ആ ദൈവ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ നൽകി തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മാത്രമല്ല ഇന്ന് പകൽക്കാലം നാം കേട്ടു, നമ്മുടെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം, പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം, പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. ഓ ഹല്ലേലൂയ. നമ്മുടെ പേര് അറിയാവുന്ന ദൈവം, നമ്മോട് മിണ്ടുന്ന ദൈവം, നമ്മോട് സംസാരിക്കുന്ന ദൈവം. എന്ന് പകൽക്കാലം കേട്ടല്ലോ, സ്തോത്രം. ആ അനുഭവത്തിന്റെ ജീവൻ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കാലം ഇവിടെ ഇരിക്കുന്ന ഈ സന്ധ്യാമത്തിലൂടെ ആയിരിക്കുന്ന മക്കൾ ഒരു നിമിഷം നിങ്ങൾ സമർപ്പിച്ചാൽ ഈ വചനത്തിൽ കൂടെയുള്ള വിടുതൽ. വചനം എന്താണ്? വാട്ട് ഈസ് വേർഡ് ഓഫ് ഗോഡ്? ദൈവത്തിന്റെ വചനം എന്താണ്? വചനം എന്ന് പറയുന്നത് ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായി ഇരുന്നു. അങ്ങനെയാണെങ്കിൽ സങ്കീർത്തനത്തിന്റെ 20:4 വാക്യം, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ അവൻ നിനക്ക് നൽകട്ടെ, അത് ദൈവത്തിന്റെ വചനമാകയാൽ, വചനമാകയാൽ ഇന്ന് രാത്രികാലം അത് ഭാരത്തോട്, വേദനയോട്, ദുഃഖത്തോട്, വിവിധ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ഓ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന ജീവിതമേ, ഭാവി നന്മകൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജീവിതമേ, അത് സ്തോത്രം. വിവിധ വിഷയങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോ? നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെ കൂടെ നൽകി തരുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ആ കർത്താവ് ജീവിക്കുന്നു. ഈ കുടുംബത്തിലെ വ്യക്തികളുടെ മേലെ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. സാക്ഷ്യം പറഞ്ഞ മക്കളുടെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഇവിടെ ഇറങ്ങിയിരിക്കുന്ന മക്കളുടെ മേലെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. ഒരു നിമിഷം ഏൽപ്പിച്ചാൽ ആ ദൈവത്തിന്റെ കരം ചലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വചനത്തിലേക്ക് കടക്കുവാൻ സമയമില്ലാത്തത് കൊണ്ട് സ്തോത്ര. ഇനി അങ്ങോട്ട് കടക്കുന്നില്ല. സ്തോത്ര. 20-ാം സങ്കീർത്തനത്തിലെ ലാസ്റ്റ് വാക്യം ഇങ്ങനെ വായിക്കുന്നു, സ്തോത്രം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. അവർ കുനിഞ്ഞു വീണുപോയി,
കുതിരകളിൽ ആശ്രയിച്ചവർ, രഥങ്ങളിൽ ആശ്രയിച്ചവർ, ലോകത്തിന്റെ താടി മോടികളിൽ ആശ്രയിച്ചവർ, സമ്പത്തിൽ ആശ്രയിച്ചവർ, ആരോഗ്യത്തിൽ ആശ്രയിച്ചവർ, കുടുംബ ശ്രേഷ്ഠത പറഞ്ഞ് അങ്ങനെയൊക്കെ ആശ്രയിച്ചവർ, ലോകത്തിലെ മാതാവിനെ, പിതാവിനെ, സഹോദരങ്ങളെ, ബന്ധുക്കളെ, മന്ത്രിമാരെ, പോലീസ് സ്റ്റേഷനിലെ ഈ ലോകത്തിലുള്ളതിനെ ആശ്രയിച്ചവർ ലജ്ജിച്ചു പോയപ്പോൾ ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയിക്കുന്നു. ഈ ലോകത്തിന്റെ താടി മോടികളിൽ ആശ്രയിച്ചവർ കുനിഞ്ഞു വീണുപോയപ്പോൾ അവർ കുനിഞ്ഞു വീണുപോയി. എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. നമ്മെ നിർത്തിയൊരു ദൈവമുണ്ട്. മനുഷ്യർ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരുപാട് പലരിലും ആശ്രയിച്ചവരല്ലേ, ഒരുപാട് സ്ഥലത്തൊക്കെ പോയി നമ്മൾ പലതും ആശ്രയിച്ചവരല്ലേ. നമ്മുടെ വിഷയത്തിന് പരിഹാരമില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് പറയുകയാണ്, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ ആശ്രയിക്കുവാൻ കൊള്ളാവുന്ന ഒരുവൻ ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യയുണ്ട്. നീ മരിക്കേണ്ടവരല്ല, നീ ആത്മഹത്യ ചെയ്യേണ്ടവരല്ല, നീ ആത്മഹത്യ പ്രവണത ഉണ്ടാകേണ്ടവരല്ല, നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തേണ്ടതല്ല, നീ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടവരല്ല. പിന്നെയോ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധാത്മാവ് ചില ജീവിതങ്ങളെ കണ്ട് പറയുകയാണ്, പ്രിയമുള്ളവരെ, നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം. കടഭാരമാണോ നിന്റെ വിഷയം? കുടുംബത്തിലെ വിഷയമാണോ നിന്റെ വിഷയം? അത് കുഞ്ഞുങ്ങളുടെ ഭാവി നന്മകളെ ഓർത്ത് കരയുന്ന അവസ്ഥയാണ് നിന്റെ വിഷയം. രോഗമാണോ നിന്റെ വിഷയം? ഇനി ജീവിതം അവസാനിച്ചു എന്ന്, ഇനി ഒരിക്കലും എനിക്ക് മുന്നോട്ട് പോയി കഴിയുകയില്ല എന്ന്, അടുത്ത പകൽക്കാലം പോലെ എനിക്ക് കാണുവാൻ കഴിയുമോ എന്ന് നീ ചിന്തിക്കുകയാണെങ്കിൽ, എത്രയോ നാളുകൾ നീ അങ്ങനെ ചിന്തിച്ചു എങ്കിൽ, ഇന്ന് പകൽക്കാലം ഇവിടെ നീ വന്നതല്ല, എന്റെ അപ്പൻ നിന്നെ കൊണ്ടുവന്നതാണ്. നിന്നോട് സംസാരിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അവൻ നിന്നെ കാണുന്ന ദൈവമാണ്, അവൻ നിന്നെ അറിയുന്ന ദൈവമാണ്, നിന്റെ ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവമാണ്. നീ ഏതിൽ കെട്ടപ്പെട്ടിരിക്കുന്നുവോ, ഏത് വിഷയത്തിന്മേൽ കെട്ടപ്പെട്ടിരിക്കുന്നുവോ, യേശു നിന്റെ ബന്ധനങ്ങളെ അഴിക്കും, യേശു നിന്റെ രോഗങ്ങളെ അകറ്റും, നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരും. സമർപ്പിക്കുന്ന ജീവിതങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം എന്ന പകൽക്കാലം അനുഭവിപ്പാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കട്ടെ, ഈ കുടുംബത്തെ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. പ്രാർത്ഥിക്കുവാൻ കടന്നു പോവുകയാണ്. അതിനു മുമ്പായിട്ട് പ്രിയ സഹോദരൻ ഗിരീഷ് സഹോദരൻ മുന്നോട്ട് കടന്നു വന്ന് ഒരു പാട്ടിന്റെ അതേ ചില വരികൾ പാടും. അതിനുശേഷമായി നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കാം. ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് വഴി ചെയ്യട്ടെ. എല്ലാവരും ദൈവകരങ്ങളിലേക്ക് സമർപ്പണത്തോടുകൂടെ ആയിരിക്കാം. യേശുവൻ നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ഒരു സന്ധ്യായാമമാണ്. ഒരു വിടുതലായി തീരട്ടെ. ആര് വന്നത് പോലെയല്ല, ദൈവത്തിന് പ്രണമിച്ച് കടന്നു പോകുന്ന ഒരു സന്ധ്യായാമമായി ദൈവം തീർക്കട്ടെ. ആർക്കെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗത്തിലെ അപ്പൻ നിങ്ങളെ തൊടുന്ന ഒരു സന്ധ്യായാമമാണ്. ഇന്ന് പകൽക്കാലം ഒരു അത്ഭുതത്തിന്റെ പകൽക്കാലമാക്കി എന്റെ ദൈവം തീർത്തിരിക്കുകയാണ്. വാസ്തവമായി ദൈവം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ദൈവിക സാന്നിധ്യം ഇവിടെ ഉണ്ട്, ദൈവകൃപയുടെ ഉണ്ട്. നിന്റെ നീറിപ്പൊട്ടുന്ന വിഷയങ്ങൾ എത്ര വലുതായിരുന്നാലും ദൈവത്തിന്റെ കരം തൊട്ടാൽ, ദൈവം അഴിച്ചാൽ ആർക്ക് തടുക്കുവാൻ കഴിയത്തില്ല. ഇവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ആരെങ്കിലും സ്വത്രം നിങ്ങൾ ഇതിനെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവരോട് പറയണം, ഇതിനെ കൊണ്ട് ആർക്കാവശ്യം? ദൈവത്തിന് ആവശ്യമുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് നമ്മെ കണ്ടവനായ ദൈവ, നമ്മെ അറിയുന്നവനായ ദൈവ, നമ്മെ കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. കുഞ്ഞെ, നമ്മെ കുറിച്ച് പദ്ധതിയുണ്ട്. സഹോദര, സഹോദരി, നമ്മെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യട്ടെ. ഇപ്പോൾ സഹോദരൻ അത് സ്തോത്ര ഒരു ഗാനം ആലപിക്കും.
Amen.